വൻ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ജൂലൈ മാസത്തിൽ പിരിച്ചുവിട്ട കേരള മാരിടൈം ബോർഡ് ദൂർത്തടിച്ചത് കോടികളുടെ നികുതി പണം. ചെയർമാന് മാത്രം മാസം നൽകിയിരുന്നത് 2.5 ലക്ഷത്തോളം രൂപയുടെ ശമ്പളവും ആനുകൂല്യങ്ങളുമാണ്. അംഗങ്ങൾക്കും അനുബന്ധ ചെലവുകൾക്കുമായി പിന്നെയും കോടികൾ ചെലവഴിച്ചു. 2018 മുതൽ 453 കോടി രൂപ നൽകിയിട്ടും 13 തുറമുഖങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് നയിച്ചതിൻ്റെ നാണംകെട്ട റെക്കോർഡ് മാത്രമാണ് സ്ഥാപനത്തിനുള്ളത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേരുന്നത്. പ്രശാന്ത്, ഏതൊക്കെ രീതിയിലാണ് ഇത് ഖജനാവിന് ഈ സംവിധാനം വലിയ നാശനഷ്ടം ഉണ്ടാക്കിയത്? ഗൗതം, ഇത്തരത്തിൽ കോടികളുടെ നാശനഷ്ടം സംഭവിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ചെറുകിട തുറമുഖങ്ങളുടെ വികസനത്തിനായിട്ടാണ് ഈ പ്ലാൻ അനുവദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നടത്തിപ്പും അതിൻ്റെ വശങ്ങളിലേക്കൊക്കെ ചെന്നെത്തിയെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്താൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ കോടികളുടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെയർമാൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള ശമ്പളങ്ങൾ വലിയ രീതിയിൽ വാരിക്കോരി നൽകിയെങ്കിൽ പോലും വേണ്ടത്ര ഏത് രീതിയിലാണോ ഈ തുറമുഖ വികസനങ്ങൾ അടക്കമുള്ള അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഏത് രീതിയിലാണോ ഇത്തരത്തിലുള്ള തുകകൾ ചെലവഴിക്കാൻ തീരുമാനിച്ചത്, അതിൽ നിന്നും കൃത്യമായ രീതിയിൽ ഫലം കണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ ബോർഡ് പിരിച്ചുവിടുന്ന ജൂലൈ മാസം 6-ന് ഈ ബോർഡ് പിരിച്ചുവിടുന്ന നിലയിലേക്കൊക്കെ എത്തുന്നത്. തുടർന്ന് പരിശോധനയിലാണ് ഇത്തരത്തിൽ കോടികളുടെ ഒരു ഇടപെടൽ നടത്തുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി എന്തായാലും പുറത്തു വരുന്നത്. ഇത്തരത്തിൽ രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ കേരളത്തിന് തന്നെ ഗുണകരമായി മാറേണ്ട അല്ലെങ്കിൽ സാമ്പത്തികമായി തന്നെ മെച്ചമുണ്ടാക്കേണ്ട തരത്തിലുള്ള ആ രീതിയിലേക്ക് മാറേണ്ട ഒരു സംവിധാനമാണ് ഇത്തരത്തിൽ അധികൃതരുടെയൊക്കെ അനാസ്ഥ മൂലം ഈ രീതിയിലേക്ക് ഇല്ലാതായി പോകുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ അനാസ്ഥ കൂടുതലായിട്ട് ഏറ്റവും ഉണ്ടായത് ഇതിൽ ഭരണസമിതി അടക്കമുള്ളവർ അവരുടെയൊക്കെ അനാസ്ഥയാണ്. ഇത്തരത്തിൽ പണം നൽകി ചിലവഴിക്കാൻ ശമ്പളമടക്കമുള്ള കോടികൾ നൽകിയെങ്കിൽ പോലും ഇത്തരത്തിൽ ശമ്പളമായിട്ട് നൽകിയെങ്കിൽ പോലും അതിനനുസരിച്ച് രീതിയിലൊരു മെച്ചപ്പെട്ട സേവനമോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളോ ഈ മാരിടൈമുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും അഴിമതികളുടെ കഥകളാണ് ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗൗതം. ഓക്കെ പ്രശാന്ത്, എന്തായാലും വ്യക്തമാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.